പുതിയ ഷോറൂം മ്യൂബലിന്റെ പെർ ഡേ 456 രൂപയാണ്. കളറില്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട കളറാക്കി തരൂട്ടാ. നമ്മളതിൽ ഫാൻ ഇട്ട് കേടുന്നു എന്റെ പ്രായം എന്റെ ഏറ്റവും വലിയ തെളിവാട്ടാ. ഇനി പൈസ ഒന്നും ഇല്ല, അങ്ങോട്ട് വന്നാൽ മതി. നമ്മുടെ കസ്റ്റമർക്ക് ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം. സിഐഡിമാര് തമ്മിലുള്ള ബുദ്ധിപരമായ തർക്കങ്ങളൊക്കെ ഇങ്ങനെ അതെ പ്രീമിയം ലക്ഷറി ഈ ലെവലിൽ ഏത് കാറ്റഗറി വന്നാലും ചൂസ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഊഞ്ഞാല 6 മാസം വരെ നമുക്ക് ഈ ബുക്ക് ചെയ്യുന്ന പ്രൈസിൽ സാധനം കിട്ടും. ബെഡ്റൂം സെറ്റ് അലങ്കരിക്കാനുണ്ടല്ലോ, വേറെ ഒന്നും നോക്കണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി. 7000 രൂപ 5,900 ഞാൻ തരും. ആ ജ്യൂസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മതി. പരിഗണന ഉണ്ട് ഇവിടെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് മാളയില് പഞ്ചായത്ത് സ്റ്റേഡിയുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ മ്യൂബൽക്കാര് നമ്മൾ ആലുവയിലൊക്കെ അവരൊക്കെ ഷോപ്പ് ചെയ്തിട്ടില്ലേ, പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. 20,000 സ്ക്വയർ ഫീറ്റിൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഗിന്നസ് ബക്രും ഇപ്പോഴത്തെ മന്ത്രി OG ജനീഷ് കുമാറില്ലേ, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഉദ്ഘാടനം ചെയ്തതാണ് കഴിഞ്ഞ ആഴ്ച പുതിയ ഷോറൂം മ്യൂബലിൻ്റെ 11ാമത്തെ കേരളത്തിലത്തെ 11ാമത്തെ ഉദ്ഘാടനത്തിന് നമുക്ക് ക്ഷണമുണ്ടായിരുന്നു. നമ്മള് വന്നില്ല, വരാൻ പറ്റിയില്ല. നമുക്ക് നമ്മള് വേറെ തിരക്കൊക്കെ അന്നൊക്കെ തിരക്കായിരിക്കും. അപ്പൊ ഞങ്ങൾ തിരക്കില്ലാത്തൊരു ദിവസം പിന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് വന്നേക്കാട്ടാ. അപ്പൊ പുതിയ കടനെ നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ സലീമിക്ക അത് ഇവിടെ കാത്തുക്കണ്ട്. ഞങ്ങളെ ആളെ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര വാചകടിക്കാരനാണ് കേട്ടാ. കസ്റ്റമർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതാണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ദിവ്യയിലേക്ക് വന്നിട്ടുള്ള മരത്താക്കര വീടുള്ള ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലത്തെ സെറ്റ് വാങ്ങിച്ചേക്കുന്ന സ്ഥലമില്ലേ മ്യൂബൽ, അവർക്ക് ആലുവയിലല്ലാണ്ട് തൃശ്ശൂരൊന്നും ഇല്ലേ, ഞങ്ങളുടെ വീട് പണി കഴിയാറായി, ഞങ്ങൾക്ക് അവിടേക്ക് സാധനങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് നമ്മൾ അവിടുത്തെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ആലുവ വരെ പോകണ്ടേ എടുക്കാൻ എന്നൊക്കെ വിചാരിച്ച് വിഷമിക്കുന്ന തൃശ്ശൂർക്കാരുണ്ടെങ്കിൽ മാളയിലേക്ക് സ്വാഗതം. പിന്നെ അതിൽ നമ്മുടെ പ്രേമനും ഒരു കോർണർ സെറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രേമേട്ടന്റെ വീടിന്റെ ഇന്ന് കുറ്റി അടിച്ചിട്ടുള്ളൂ കേട്ടാ. അല്ല അത് നോക്കിട്ട് പെട്ടെന്ന് വീട് പണി കഴിയും. അപ്പൊ ഈ കടയിലേക്ക് വന്നിട്ട് നമ്മളിപ്പോ ഷോപ്പിലേക്ക് വന്നിട്ട് കുറച്ച് സമയമായി. അപ്പൊ ഞങ്ങള് മൊത്തം ചുറ്റി നടന്ന് കാണുമായിരുന്നു. ഭയങ്കര രസമായിട്ടുണ്ട്, നല്ല ഗ്രാൻഡ് ആയിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മള് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്താണ്. കടക്കണ വഴിക്ക് തന്നെ ജഗ്ഗു ആണെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. കടക്കണ വഴിക്ക് തന്നെ ഇവിടെ ഒരു മേശിട്ടുണ്ട്. EMI ഒരു കാർഡ് വെച്ചിട്ടുണ്ട്. പെർ ഡേ 456 രൂപയാണ്. ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെറ്റ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. സെറ്റ് അല്ല, എൻ്റെ ഡൈനിങ് ടേബിൾ സെറ്റ് 6 ചെയറും ഈ ടേബിൾ ടോപ്പും അതിന്റെ ലെഗും കാര്യങ്ങളൊക്കെ കൂടെ നോക്കി, അതിന്റെ അടിയൊക്കെ നോക്കി, അത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ EMIയുടെ ഇതാണ് നടക്കുന്നത് ഇപ്പോഴേ. അപ്പോൾ EMI എന്തെടുത്താലും ഇവിടെ EMI ഉണ്ട്. ഈ ഡൈനിങ് ടേബിളൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഒരു 2500 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഡൈനിങ് ടേബിളാണ് ഇത്. ഇപ്പോൾ പണ്ടത്തെ മരമൊക്കെ മാറിയല്ലോ. അപ്പൊ നമുക്ക് പറ്റില്ല, നമ്മുടെ 2000 സ്ക്വയർ ഫീറ്റിന് എന്നാലും വെക്കാം. ഹാളിന് അത്യാവശ്യം വലിപ്പം ഉണ്ടായാൽ മതി. അപ്പോൾ ഇത് വെക്കുകയാണെങ്കിൽ അവരുടെ ഒരു ആഗ്രഹവും നടക്കും. ഇനി വീടൊക്കെ പണിത് ഇത്തിരി ടൈറ്റിലാണെങ്കിൽ നമുക്ക് EMI ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പൊ കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിച്ച പൈസേനേക്കാളും കടന്നു പോയിട്ടുണ്ടാവും. ഫർണിച്ചർ വാങ്ങിക്കണേൽ നമ്മളപ്പോ പിശുക്കം കാണിക്കും. അടിപൊളി ഊണുമേശയാട്ടാ, അടിപൊളി ഊണുമേശയാണ് കേട്ടത്. കണ്ട് കൊതിയാവും നമുക്ക്. ഇപ്പുറത്തെ ഒരു സോഫയുണ്ട്, ഇതും EMI ആണ്. അല്ല, EMI എന്ന് വെച്ചത് ഒരു ഓപ്ഷനാണ്. നമുക്ക് പൈസ ഇല്ലെങ്കിൽ ഉള്ള മാർഗം മാത്രമേ ഉള്ളൂ. ഇതിന്റെ വില എത്രയാ? ഇതിപ്പോ ഒരു 80 സംതിങ് വരുന്നതാണ്, 85 റേഞ്ച് വരുന്നതാണ്. ഇത് പ്രീമിയം, എക്സ്ട്രാ പ്രീമിയം സോഫയാ. പോക്കറ്റ് സ്പ്രിംഗ് ആണ്, ബാക്കിൽ റെക്രോൺ ഉണ്ട്, പിന്നെ അതേ കപ്പ് ആൻഡ് ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്, പിന്നെ വുഡൻ തീമൊക്കെ നമ്മുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബോട്ടം ലെവലും വുഡാണ് വരുന്നത്. ഇതിന്റെ ഒപ്പം ഉള്ളതാ? അതിന്റെ ഒപ്പമല്ല, ഇത് അതിനൊരു ക്യൂട്ടായിട്ടുള്ള ഒരു മോഡൽ ഇട്ടുന്നുള്ളൂ. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലിടാനുള്ള കാർപ്പറ്റും കാര്യങ്ങളും കളറില്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട കളറാക്കി തരൂട്ടാ. ഇഷ്ടമുള്ള ഈ കളറിന് വേണമെന്ന്, ഇപ്പൊ ഈ കളറിന് പകരം വേറെ കളർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്റീരിയറിനനുസരിച്ചുള്ള കളർ ചൂസ് ചെയ്യാം, അതാക്കി തരും. അടുത്തേക്ക് പോവാം. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് കേട്ടാ, വേറൊരു ടൈപ്പ് സാധനം, മേശ അല്ല വലിപ്പുകളൊക്കെ ഉണ്ട്.
ഇതും EMI ഉണ്ടാവില്ല? EMI ഇവിടെ എല്ലാത്തിനും ഉണ്ട്. എല്ലാത്തിനും ഉണ്ട്. നല്ല ഭംഗിയിൽ കാണാനായിട്ട്. നമ്മുടെ വീടിന്റെ ആവശ്യമാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തത്. അതേ ഇവിടെ വേറെ സെറ്റ്. ഇത് ഇത് അത്രയ്ക്ക് വലിപ്പല്ലേ അല്ലേ? അല്ല, അതിൽ കപ്പ് ആൻഡ് ഹോൾഡർ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ 5 സീറ്റ് തന്നെയാണ്. ഇപ്പുറത്തെ ഒരു മേശയുണ്ട്, ഇതേപോലെ തന്നെ ഇതെല്ലാം പ്രീമിയം സെറ്റുകളാണ്. ഇത് പക്ഷെ അതിനേക്കാളും ഇത്തിരി കൂടി വില കൂടിയതാന്ന് തോന്നില്ല. 564 രൂപയാണ് വില. നമുക്ക് ചെയർ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോ ഇത് സെറ്റ് ചെയ്തേക്കണമെന്നുള്ളൂ ഒരു ക്രീം കളറിലേ പാലിന്റെ കളർ, ഒരു ലക്ഷറി ഹൗസിനൊക്കെ പറ്റുന്ന ഒരു കളർ ഷെയ്ഡാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇവിടെ വേറൊരു ടൈപ്പ്. ഇത് മറ്റേ ഇതല്ലേ സാർ? ഇത് എങ്ങനെ പറയല്ലേ? എന്നാ പറയാ? ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് ലെവല്, ഗ്രാനൈറ്റ് ലെവൽ മാർബിൾ ടോപ്പ് തന്നെ ഒരു ഗ്രാനൈറ്റ് മോഡലിൽ വരുന്ന എല്ലാം പ്രീമിയം സെഗ്മെന്റ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ വേറൊരു ടൈപ്പ് സെറ്റുകളുണ്ട്, 2 സെറ്റുകൾ. ഇതിന് സെറ്റി എന്ന് പറയുമോ? അല്ല, ഇപ്പൊ സെറ്റി എന്ന് പറയുന്നത് റൂമിന്റെ വലിപ്പം അനുസരിച്ച് ഏത് ആംഗിളിൽ ഇടണം എന്നുള്ളത് ആ വീട്ടുകാരാണല്ലോ തീരുമാനിക്കാം. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തേക്കണം. നല്ല വീതിയിലുള്ള ടൈപ്പ്. ഇവിടെ ഇങ്ങനെ വീതി വന്നിട്ടുള്ളത്. മുൻപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിവിംഗ് റൂം ഉണ്ടാവും, ഒരു ഹോള്, അവിടെ മാത്രമാണ് സെറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോ മോളിത്തെ നിലയിൽ ചെല്ലുമ്പോ അല്ലെങ്കിൽ വലിയ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഒരു സ്ഥലത്തൊക്കെ ഇടും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നന്നായിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇപ്പുറത്തെ വേറെ സെറ്റി. അതന്നെ, അതിന്റെ തന്നെ വേറൊരു പാറ്റേൺ. ഇനി കോർണർ സോഫ ആയിട്ട് ചെയ്തേക്കണം. നല്ല വലിപ്പമുണ്ട് കേട്ടാ. വലിപ്പമുണ്ട്. മറ്റേ സാധനം കേട്ടാ. ഇതൊക്കെ ഇത് ഓപ്പൺ അല്ല, ഇത് കപ്പ് ആൻഡ് ഹോൾഡർ. നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം. ചായ. പിന്നെ ഈ ചുമരുമ്മ കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ചുമരിനെ അലങ്കരിക്കാനുള്ളതാണ്. ഇതൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊണ്ടുപോട്ടെ. ഞാൻ വിചാരിച്ചു കടനെ ഭംഗിയാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഇതൊക്കെ കടേനെ ഭംഗിയാക്കുന്നത് പോലെ തന്നെയാണ് വീടിനെ ഭംഗിയാക്കുന്നത്. കണ്ടാ എന്തൊരു ഭംഗികളൊക്കെ കൊറേ സാധനങ്ങള് ആ ചുമരമ്മ അവിടെ വരെ വെച്ചിട്ടുണ്ട് കേട്ടാ. വെള്ള വേണേ വെള്ള, വാമ് വേണേ വാമ്. കേട്ടാ ഒരു കണ്ണാടിന് കേട്ടാ. 3 തരം ലൈറ്റ്. വെള്ള. നമുക്കിനി അങ്ങോട്ട് പോവാം അല്ലേ? അങ്ങോട്ട് പോവാം. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടാ. ഓഫീസിൻ്റെ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിശാലമായിട്ടുള്ള സെറ്റുകളുടെ ലോകത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതേ മറ്റേ സാധനം ഞാൻ വിചാരിച്ച സാധനം വാങ്ങിച്ചു കൊണ്ടുപോകണം. പലപ്പോഴും വാങ്ങിച്ച് കൊണ്ടുപോകണം വിചാരിച്ച സാധനം. ഇത് നമ്മളതിൽ ഫാൻ ഇട്ട് ഇങ്ങനെ കേടുന്ന് പറഞ്ഞു. മടിയനാവും നമ്മള്. മടിയനാവൂല കേട്ടോ. മസാജ് ചെയ്യല്ലേ ഓട്ടോമാറ്റിക് ആയിട്ട്. അതിന്റെ കൊണ്ടേ പണികളൊന്നും വേറെ ചെയ്യാനിരിക്കില്ല. ഇവിടെ സരിത ചായ കൊണ്ടുവരൂ, സരിത ചോറ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സോഫയുടെ ഫ്രണ്ടിൽ ഇടാനുള്ള കാർപ്പറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ. സോഫ്റ്റ്. അത് ബെഡ്റൂമിന്റെ ഫ്രണ്ടിലൊക്കെ ഇടാവുന്ന ഒരു മോഡലാണ്. പിന്നെ ഇവിടെ സെറ്റികളാണ് കേട്ടോ. സെറ്റികളുടെ മായാപ്രപഞ്ചം എന്നൊക്കെ പറയും നമ്മള്. നമുക്ക് ഒരു വീടിന്റെ സ്ട്രക്ചർ വർക്ക് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചാൽ മതി. നമ്മൾ അവരുടെ വീട്ടിൽ എങ്ങനെയാണ് അവര് ചില ആളുകളുണ്ട് മൊത്തം ഇന്റീരിയർ വർക്ക് കൊടുക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഇന്ന ഏരിയയിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്യേണ്ട, ലൂസ് ഫർണിച്ചർ ഇട്ടാൽ മതി. ഈ ഇൻറ്റീരിയർ വർക്കറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കുമ്പോൾ ആ വശത്ത് കണ്ണാടി പാടില്ല. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിന് കുഴപ്പമില്ല, ഈ സൈഡിൽ കണ്ണാടി കുഴപ്പമില്ല. ഒരു മാസമൊക്കെ കിടന്ന് എനിക്കിത്തിരി ബുദ്ധിമുട്ട്, എണീക്കാൻ ബുദ്ധിമുട്ട്, ചിലപ്പോൾ ആ കണ്ണാടി അവിടെ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ലൂസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അലമാര അങ്ങോട്ട് നീക്കാം ഇങ്ങോട്ട് നീക്കാം. പക്ഷെ നല്ല രീതിയിൽ നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മളെ സമീപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ഇന്റീരിയർ വർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വേറെ സെഗ്മെന്റ് ഉണ്ട്, ഇന്റീരിയർ സെക്ഷൻ തന്നെ ഞങ്ങൾക്ക് വേറെ ഉണ്ട്. അവര് വന്ന് എല്ലാം ചെയ്തു തരുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട്. നല്ലൊരു സെറ്റിയിലാണ്. അല്ല മറ്റേ ചില ആളുകൾക്ക് ചിലവർക്ക് വീട് ഇടയ്ക്കിടയ്ക്ക്
ഞാൻ അങ്ങനെ ചെയ്ത് തുടങ്ങുന്നത്. നമ്മുടെ ഇന്റീരിയർ വർക്ക് ചെയ്യണതിനേക്കാൾ മുമ്പ് കട്ടില് ഇടയ്ക്കിടയ്ക്ക് സ്ഥാനം മാറ്റും. അങ്ങനെ എന്താ പറയാ, ആ കിടപ്പ് ശരിയാവുള്ള പിന്നെ കിഴക്കോട്ടാക്കും. അങ്ങനെ തിരിച്ചും മാറ്റി ഇടും ബെഡൊക്കെ. അപ്പൊ ലൂസ് ഫർണിച്ചർ ആണെങ്കിൽ നമുക്ക് അത് വിഷയമല്ല. അപ്പൊ എന്നിട്ട് നമുക്ക് ആ ബെഡ്റൂമിലേക്ക് കടക്കുമ്പോ എപ്പോഴും കാണുന്ന ഒരു വ്യൂന്ന് ഒരു വ്യത്യാസം എപ്പോഴും ഫീൽ ചെയ്യും. അങ്ങനെ പക്ഷെ ഇപ്പൊ ഇന്റീരിയർ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. ബെഡൊക്കെ അപ്പൊ അതാണ് ഇക്ക പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്യാതെ ഇവരെ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാതും ഇങ്ങനെ നമുക്ക് മാറ്റിയിടാൻ പറ്റുന്ന പോലത്തെ കാര്യങ്ങളായിരിക്കും എല്ലാം ചെയ്യാം. ഇന്റീരിയർ വർക്ക് പോലെ തന്നെ ലൂസ് ഫർണിച്ചർ സെറ്റ് ചെയ്ത്. ഇത് ബീൻ ബാഗ് ഈ ഫർണിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഐറ്റംസും നമ്മുടെ ഇവിടെ 4 ഫ്ലോറിലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിക്കോളും. അത് നമുക്കിത് ലൂസ് ആണെങ്കിൽ ഫില്ല് ചെയ്യാം. ബീൻ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കണോ ചാരി ഇരിക്കണോ ആ രീതിയാവും. ഇത് 2 സംതിങ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. പ്രായം എന്റെ ഏറ്റവും വലിയ തെളിവാട്ടാ. എനിക്കാൻ നല്ല തമാശ അല്ല, നല്ല വ്യായാമട്ടെ. നമ്മൾ ക്രാങ്ങളെ പോലെ മാറും. ഈ സോഫയൊക്കെ നോക്കി. ഈ സോഫ അത്രയ്ക്ക് വേണ്ട വരില്ല എന്തോന്നു. അല്ല, അത് ഏറ്റവും വില കൂടിയ സോഫ. അത് പ്രീമിയം ലെവലിൽ ചെയ്തേക്കണതാണ്. ഒരു 3 സീറ്റും 70,000 രൂപ ഉണ്ടാവോ? ഉണ്ടേ. നമുക്ക് എല്ലാത്തിനും ഇപ്പൊ EMI ഓപ്ഷനും ഉണ്ടല്ലോ. അടിപൊളി. ഇത് തുടക്കാലേ ബാക്കി EMI ഇട്ടാ മതി. ഇനി പൈസ ഒന്നും ഇല്ല, ഇങ്ങോട്ട് വന്നാ മതി. ആ ആധാർ കാർഡും പാൻ കാർഡും ഇട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. പൈസ ഒന്നും കരുതേണ്ടതില്ല. പിന്നെ ഇവിടെ സോഫയുടെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് കസ്റ്റമൈസേഷനും ഉണ്ട്. ഇതൊക്കെ നമുക്ക് കളർ മാറ്റിയിട്ടൊക്കെ തരൂട്ടാ. കളറ് ഇന്ന കളർ നമ്മുടെ വീടിന്റെ അകത്തിനനുസരിച്ചുള്ള കളറിലൊക്കെ ആക്കി തരും. എത്ര തരം കളർ ഉണ്ടെങ്കിലും ചെയ്തു തരും. നമ്മള് വലിപ്പം കൂടുമ്പോഴത്തെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, പരമാവധി ഡിസ്പ്ലേ പല മോഡലുകള് കാണാൻ പറ്റും നമുക്ക് തന്നെ. നമുക്ക് തന്നെ ഇത് കാണുമ്പോ ഒരു ഫോട്ടോയില് കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോ അല്ലെങ്കിൽ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് അത് തന്നെ നമുക്ക് അതിന്റെ കംഫർട്ടൊക്കെ അറിയാൻ പറ്റുമല്ലോ അല്ലേ. സോഫ എന്ന് പറയുന്നത് മോഡല് അത് ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതുമ്മ ഇരുന്ന് അതിന്റെ കംഫർട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അത് വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുക. ചില കസ്റ്റമേഴ്സ് ഉണ്ട് ഓൺലൈനിൽ കണ്ടിട്ട് നമ്മളോട് വന്ന് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞങ്ങൾ പറഞ്ഞു സാർ അതുമ്മ ഇരുന്ന് നോക്കിയോന്ന് ചോദിക്കും. ഇല്ല, ഞങ്ങൾ ഓൺലൈനിൽ കണ്ടിട്ടുള്ളൂ. സാറ് ഒരു പണി ചെയ്യൂ, സാർ അവിടെ പോയി ഒന്ന് ഇരുന്ന് നോക്കിയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എടുത്തോ. ഇവിടെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഞങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേയിൽ ഇട്ടേക്കാം. കാരണം നമ്മുടെ കസ്റ്റമർക്ക് ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ 11 ഷോറൂം ഉള്ളതുകൊണ്ട് എവിടെയും നമുക്ക് സർവീസ് ഉണ്ട്. പിന്നെ മരത്തിന്റെ മാത്രമായിട്ടുള്ള സെറ്റിലുണ്ട് കേട്ടാ. വുഡൻ സോഫകളുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് നമുക്ക്. കുഷ്യൻ വേണ്ട. അതുപോലെ ചിലവർക്ക് വുഡ് മതി. ഒരു ലോങ് ലാസ്റ്റ് ഒക്കെ ഉദ്ദേശിച്ച് വരുന്ന ഒരു വുഡൻ തീമിൽ വീട് സെറ്റ് ചെയ്തേക്കുന്നവർക്കൊക്കെ നമ്മൾ വുഡൻ ആയിട്ടുള്ള സോഫയുണ്ട്. അത് നമ്മളൊരു TV ഒക്കെ കാണുമ്പോഴേ, ഒരു മൂവിയൊക്കെ കാണുമ്പോൾ 2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യണ്ടേ. അങ്ങനെ വരുമ്പോൾ നമുക്കത് ഇറിറ്റേഷൻ ആവും. ആ സമയത്ത് ഒരു കുഷ്യൻ അത് ഫുൾ ടൈം കിടപ്പാണ് സോഫയമ്മ. അതിന് ഇത് ഇങ്ങോട്ട് നോക്കിയേ. നമുക്കിപ്പോൾ ഒരു ഏതാ അത് നമുക്കേ ഇത് TV യൂണിറ്റായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ കിടക്കയല്ലേ, ബെഡ് സ്പേസിന്റെ ബാക്കിലായിട്ട് സെറ്റ് ചെയ്യാം. അത് മൾട്ടി യൂസ് ആണ്. ഇത് നമുക്കിപ്പോ സിറ്റ് ഔട്ടില് ബാൽക്കണിയിൽ 2 ചെയർ ഇട്ടിട്ട് സെന്ററിൽ ഒരു ടീപ്പോ സെറ്റ് ചെയ്യാം. അത് അങ്ങനെ ഒരു മോഡലാണത്. ഒരു ഡിസ്കഷൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ഡിസ്കഷൻ. CIDമാർ തമ്മിലുള്ള ബുദ്ധിപരമായ തർക്കങ്ങളൊക്കെ ഇങ്ങനെ സാധനങ്ങൾ. ഇത് ഇൻഡോനേഷ്യൻ ഫർണിച്ചർ ആണ്. ഇതൊക്കെ ഇൻഡോനേഷ്യൻ വുഡാണ്. ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. ഇത് കണ്ട ഒരു കസേര കണ്ട. ഇതിലിരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇത് കട്ട് ചെയ്യാൻ ബാർ സ്റ്റൂൾ എന്നാണ് ഇതിനെ പറയണേ. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ ഇടാം. പിന്നെ കിച്ചണിൽ സ്ലാബിന്റെ അടുത്തിട്ടിട്ട് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാം. അപ്പോഴത്തേക്കും അവിടുന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ ഒന്ന് തിരിയണമെന്നുണ്ടെങ്കിൽ ഇറങ്ങണ്ട. ഇത് തിരിച്ചാ മതി, തിരിയാം. അപ്പൊ ഇത് എക്സ്ട്രാ പ്രീമിയം സോഫയല്ലേ. ഒരു നിസാര ഒരു വെള്ളത്തുള്ളി പോലും ഇതിൻ്റെ അകത്തേക്ക് പോകില്ല.
പിന്നെ അതുപോലെ നമുക്ക് ഷാമ്പൂ വാഷിംഗ് ആണല്ലോ ഇതെല്ലാം. അപ്പോൾ ഒന്ന് ഇരുന്ന് നോക്കിയതേ കണ്ടാ, ഒരിക്കലും താന്നു പോകത്തില്ല. പിന്നെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ ഡബിൾ ഷെയ്ഡ് പോലെ ഒരു തിളങ്ങുന്ന മോഡൽ. ചാരിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ 3 മണിക്കൂർ ഉറങ്ങണത് അറിയില്ല. ഇതിൽ വെള്ളം ഇറങ്ങില്ല. ആ നല്ലൊരു സെറ്റി. സോഫ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് 15,900 മുതൽ അങ്ങ് 2 ലക്ഷം രൂപ വരെയുള്ള സോഫകളുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോവാം. അപ്പൊ അടുത്ത നിലയിൽ എന്തൊക്കെയുള്ള? അടുത്ത നിലയിൽ നമുക്ക് ഡൈനിങ് സെക്ഷൻ ഒന്ന് നോക്കാം. ആദ്യം അങ്ങോട്ട് പോകാല്ലേ? ഡൈനിങ് സെക്ഷൻ. ഇത് നമ്മുടെ ഡൈനിങ് ടേബിൾ സെക്ഷനാണ്. ഒരുപാട് മോഡൽ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടില് 2-3 കണ്ടു. ഇതെങ്ങനെയുണ്ട് നോക്കി, വുഡൻ. ഇരുന്ന് നോക്ക്. ഇത് നമുക്ക് ബെഞ്ചും ആക്കാം. അതെ ബെഞ്ച് ആക്കുകയും ചെയ്യാം. ബെഞ്ചാക്കുകയും ചെയ്യാം. മനുഷ്യന്മാരെ കണ്ടുപിടുത്തങ്ങളേ. ബെഞ്ചാക്കുകയും ചെയ്യാം. ഒരു 5 പേർക്കോ 4 പേർക്കോ 6 പേർക്കോ ഇരുന്ന് കഴിക്കാനുള്ള ഡൈനിങ് ടേബിൾ ആക്കാം. ബെഞ്ചാക്കി മാജിക് ബെഞ്ച് എന്നാണ് അതിന് പറയുന്നത്. ആളുകൾക്കൊക്കെ ഇങ്ങനെ പോവാം. ഇത് നമുക്ക് 16 രൂപ മുതൽ 25 രൂപ വരെയുള്ള മോഡൽസ് ഉണ്ട്. വലിപ്പം കൂട്ടിയും വലിപ്പം കുറച്ചൊക്കെ. വലിപ്പം കിടിലൻ ഊണുമേശകളാണ് ഇവിടെയൊക്കെ കിടക്കുന്നത്. മാർബിൾ ടോപ്പിന്റെ ഡൈനിങ് ടേബിള്. അല്ല അങ്ങനെ നാനോ വൈറ്റ്. കസ്റ്റമർ ആവശ്യപ്പെടുന്നത് എന്താണോ അത് നമ്മൾ കൊടുക്കും. ഇപ്പം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കൊടുക്കും. ഇനിയിപ്പോൾ അതെല്ലാം ഗ്ലാസ് മതിയും ഗ്ലാസ് കൊടുക്കും. മറ്റേ വുഡൻ ടോപ്പ് ആണെങ്കിൽ വുഡൻ ടോപ്പ് കൊടുക്കും. അതെല്ലാം വീടിൻ്റെ തീം ഏതാണോ അതാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. ഓരോ വീട്ടിലും ഒരു ആർക്കിടെക്റ്റ് ഉണ്ടെന്നാണ്. ഇപ്പോൾ ആർക്കിടെക്റ്റിന് പഠിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നുമില്ലെങ്കിൽ കൊച്ചിൻ്റെ ഐഡിയ ഒരു ആർക്കിടെക്റ്റിൻ്റെ ഐഡിയ ആയിരിക്കും. അപ്പം നമ്മളാണ് ശരിക്കും ഇതൊക്കെ ആർക്കിടെക്റ്റ് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പം നിങ്ങളുടെ ഒരു അഭിരുചി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നല്ല രീതിയിൽ ചെയ്തു തരും വീട്ടിൽ. ഇതൊക്കെ മറ്റേ ഗ്ലാസ് ടൈപ്പ് കേട്ടാ, ഗ്ലാസ് ടോപ്പ്. ഇനിയിപ്പോൾ റൗണ്ട് വേണോ, റൗണ്ട് ഉള്ളോണെങ്കിൽ റൗണ്ട് ചെയ്ത് തരും, ഓവൽ വേണമെങ്കിൽ ഓവൽ ചെയ്ത് തരും. ഗ്ലാസ് ടോപ്പിന്റെ കുറേ ഉണ്ട്. ഗ്ലാസ് ടോപ്പ് ഇഷ്ടമുള്ളവരുണ്ട് ലക്ഷം പോലെ. ഉണ്ട്. നമ്മളൊരു 6 ചെയറും ടേബിളും അതിൻ്റെ ടോപ്പൊക്കെ അടങ്ങിയത് നമ്മൾ 19,900 മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൈനിങ് ടേബിൾ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 19,900 മുതൽ 6 ചെയർ അടക്കം 19,990 നമുക്ക് 2 ലക്ഷം രൂപ വരെയുള്ള ഡൈനിങ് ടേബിൾ സെറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ്, പ്രീമിയം, ലക്ഷറി ഈ ലെവലിൽ ഏത് കാറ്റഗറി വന്നാലും നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. ഇവിടെ സാധനം പതുക്കെ നാട്ടിയാൽ മതി. അതവിടെ ഗ്ലാസ് ഉണ്ട്, എനിക്കറിയാം. ബാക്കിൽ ഗ്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആടാത്ത കേട്ടാ. അതായത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഊഞ്ഞാല് 2 പേർക്ക് ഇരുന്ന് സംസാരിച്ചിരുന്ന് ഊഞ്ഞാലാടാം. ഒരു കൊച്ചിനും കയറാട്ടാ, 3 പേർക്ക് ഇരിക്കാം. ഇത് ഇത്തിരി ലക്ഷറി സാധനമല്ലോ. അത് ഈട്ടിയിൽ ചെയ്തേക്കണതാ. 6-3.5 ഡൈനിങ് ടേബിൾ സെറ്റാണിത്. ഇതെല്ലാം ഇപ്പോൾ EMI ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ അതുകൂടാണ്ട് നമുക്കിപ്പോൾ ഒരു പഴയ ഡൈനിങ് ടേബിളും സെറ്റും വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അത് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് വാങ്ങിക്കാം. അയ്യോ, നമ്മുടെ എക്സ്ചേഞ്ച് ചെയ്യാറായിട്ടില്ല. ഇല്ല, പുതിയ താമസം കഴിച്ചിട്ടുണ്ട്. എത്ര കൊല്ലായി ഇഷ്ട അത്ര സരിത. നമ്മള് 2008 2008 2026 എത്ര കൊല്ലായി? അത്യാവശ്യമായി 18 കൊല്ലായില്ലേ. 18 കൊല്ലം പഴക്കമുള്ള ഊണുമേശയാണ് ഞങ്ങളുടെ. ഈ സൈഡിൽ വട്ടത്തിലുള്ള മേശകളൊക്കെ ഉണ്ട്. ഇപ്പൊ അത്യാവശ്യം നമ്മുടെ ഇന്ന് എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പഴയതിന് 10,000 രൂപയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ മാറ്റം സാമ്പത്തികം അല്ല, ഇവിടെ സാമ്പത്തിക പ്രശ്നമല്ല കേട്ടോ. നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അത് നമുക്ക് ആലോചിക്കാം. ഞങ്ങളുടെ ഊണുമേശ മാറ്റാൻ വരുമ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വരും കേട്ടാ. നമുക്കിവിടെ അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട്. അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ 6 മാസം വരെ നമുക്ക് ഈ ബുക്ക് ചെയ്യുന്ന പ്രൈസിൽ സാധനം കിട്ടും. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്ത് കലാമിറ്റി വന്നാലും നമുക്ക് റേറ്റ് കൂടുന്ന പ്രശ്നം ഉണ്ടാവില്ല ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം നമുക്ക് ആ പ്രൊഡക്റ്റ് ആ പ്രൈസിന് തന്നേ പറ്റൂ. അത് ഞങ്ങളുടെ ഗുഡ്വില്ലിൻ്റെ ഭാഗമായിട്ട് ചെയ്തു തരുന്നതാണ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനി നമുക്ക് ബെഡ്റൂം സെറ്റ്,
കോട്ട്, മാട്രസ്, ആ ലെവലിലേക്ക് പോവാം. കിടക്കകള് നോക്കിക്കോളൂ, ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു റൂം, ബെഡ്റൂം സെറ്റ് അലങ്കരിക്കാനുണ്ടല്ലോ, വേറെ ഒന്നും നോക്കണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി. നേരെ ഇങ്ങോട്ട് വരിക, ആ റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചുള്ള സാധനം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പേയ്മെൻറ്റ് തരിക, അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുക, വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ സെറ്റ് ചെയ്ത് അങ്ങോട്ട് തരും. കളർ തീമൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്, എല്ലാത്തിനും കളർ തീമുണ്ട്. ഇത് നിലമ്പൂർ തേക്കിൽ ചെയ്തേക്കണ ഒരു ബെഡ്റൂം സെറ്റാണ് ഇതില്ലേ. ഒരു കട്ടില്, ഒരു അലമാര, ഒരു ഡ്രസ്സിംഗ് ടേബിൾ വിത്ത് സൈഡ് ബോക്സ്, എല്ലാം നിലമ്പൂർ തേക്കാണ്. ഇതെല്ലാം കൂടിയിട്ടുള്ള ഓഫർ എല്ലാ ഓഫർ EMI ഓപ്ഷനും ഉണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് നല്ല ബെസ്റ്റ് പ്രൈസിലും തരും. ഇതെല്ലാം നമുക്ക് ബെഡ്റൂം സെറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 19,900 മുതലാണ്. 19,900 മുതലാണ് മുകളിലേക്ക്. അങ്ങോട്ട് മുകളിലേക്ക് ഒരു 2.5 ലക്ഷം രൂപ വരെയുള്ള ബെഡ്റൂം സെറ്റ് ഉണ്ട് ഇവിടെ. ഇനി അടുത്തത് ഇവിടെയൊക്കെ കുറേ, ഇവിടെ വേറെ മോഡല് ഈ സൈഡില്. വേറൊരു ടൈപ്പ് ഇട്ടാ ഇത്. അത് UV ബോർഡിൽ ചെയ്യണമെന്ന ഒരു ബെഡ്റൂം സെറ്റാണ്, ഹൈ ക്വാളിറ്റി ബെഡ്റൂം സെറ്റാണ്. ഇതൊരു ടീക്ക് ഡിസൈനിൽ കുഷ്യൻ, ഹെഡ് കുഷ്യൻ ചെയ്തേക്കണ ഒരു മോഡലാണ്. ഒന്ന് ചാരിയൊക്കെ ഇരിക്കണേനും ഒക്കെ കൊള്ളാവുന്ന ഒരു മോഡലാണ്. ഇനി അങ്ങോട്ടാണ് പോവാം. അങ്ങോട്ടാണ് പോയി കഴിഞ്ഞാൽ തന്നെ നിറച്ച് പിന്നെ ഇവിടെ ഇത് തന്നെയാണ് ബെഡ്, കട്ടില്, ബെഡ്റൂം സെറ്റ്. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് വന്നു. ഇവിടെ നിറച്ചാണ് ഇത്. ഏത് വന്നവർക്ക് തെരഞ്ഞെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും ഇല്ല. നിലമ്പൂർ തേക്കിൻ്റെ കട്ടിലുകൾ ആണ് നമ്മൾ നിലമ്പൂരിലെ വുഡ് വെച്ചിട്ടുള്ള പണി മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. നമുക്ക് നാടൻ പരിപാടി ഇല്ല. മാട്രസും നമുക്ക് അതനുസരിച്ച് തിരഞ്ഞെടുക്കാം. അറ്റമരിണ്ട് കേട്ടാ. മാട്രസ് കാണുമ്പോൾ ഒരു കവറിൽ പൊതിഞ്ഞു വെച്ചേക്കണ ഒരു സാധനം മാട്രസ്, പക്ഷെ അതല്ല മാട്രസ്. നമുക്ക് ആ വ്യക്തിയുടെ വെയിറ്റ്, ആ വ്യക്തിയുടെ പ്രായം, അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ മാട്രസ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുള്ള എല്ലാ മാട്രസും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് നോക്കി സെലക്ട് ചെയ്തിട്ട് മാട്രസ് ഒരിക്കലും ഒരു ഷോപ്പിൽ നിന്ന് കൊടുക്കരുത്. മാട്രസ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് ഇങ്ങനെ കിടന്ന് നോക്കി, ഒന്ന് ചരിഞ്ഞിടന്ന് നോക്കി ഒക്കെ എടുക്കണം. എന്നാൽ മാത്രമേ ആ മാട്രസിന് നമുക്ക് 8 മണിക്കൂർ കിടക്കാനുള്ളതാണ്. ആ 8 മണിക്കൂർ കിടക്കുന്നത് നമുക്ക് കംഫർട്ടാണോ, നമ്മുടെ ശരീരത്തിന് കംഫർട്ടാണോ എന്ന് അറിയാൻ പറ്റണം. നല്ല കാര്യം. അറിവുകളെ വെള്ളമ്പാണ് ആള്. അല്ല മാട്രസ് എന്നാലും ഒരു 85% അറിയാൻ പറ്റും. മാട്രസ് ഒരുപാട് തരം മാട്രസ് ഉണ്ട്. നമുക്ക് ഒന്നിനൊന്ന് ഫ്രീ കിട്ടുന്ന മാട്രസ് ഉണ്ട്. എല്ലാത്തിനും ഓഫർ ഉണ്ടല്ലേ? എല്ലാത്തിനും ഓഫർ ഉണ്ട്. എല്ലാത്തിനും EMI ഓഫറും ഉണ്ട്, എക്സ്ചേഞ്ച് ഓഫറും ഉണ്ട്. ഈ മാട്രസിനും ഉണ്ട് എക്സ്ചേഞ്ച് ഓഫർ. കയ്യിലുള്ള കടയ്ക്ക് കൊണ്ടുവന്നാലും മതി. ആ മാട്രസിന് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഫർണിച്ചർ ഐറ്റംസിനും എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിൽ അയച്ചാൽ മതി. ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി. വേണ്ട, വാട്സപ്പിലും അയക്കണ്ട, ആ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ സെലക്ട് ചെയ്യുക, അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ഒരു എക്സ്ചേഞ്ച് പ്രൈസ് പറഞ്ഞു തരാൻ പറ്റും. EMI ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ഈ മാസം നമ്മുടെ EMIയുടെ മന്താണ്. അപ്പൊ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഒരുപാട് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും നടക്കേണ്ട കാര്യമില്ല. വരിക, കയ്യിലുള്ള പേയ്മെന്റ് എടുക്കുക, കൊണ്ടുപോവാ. ആധാർ കാർഡ്, പാൻ കാർഡ് നിർബന്ധം. നമ്മുടെ ഊണുമേശയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും തോന്നുന്നുണ്ട്. അപ്പോൾ ആ ബെഡ്റൂം സെറ്റുകളൊക്കെ അവിടെ മുതലേ 19,900 മുതൽ 28, 27, 30, 40, 50, 2 ലക്ഷം വരെയുള്ള മോഡൽസ് ഇവിടെ ഉണ്ട്. അപ്പോൾ വീട് പണിയുന്നവർക്ക് അറിയാലോ എൻ്റെ ബഡ്ജറ്റ് എന്താണെന്ന്. ആ ബഡ്ജറ്റിനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ അടുത്ത നിലയിലേക്ക് പോവാം അല്ലേ? അടുത്ത നിലയിലേക്ക് പോവാം. കട വലിപ്പം കൂടി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടന്ന് തോൽക്കും. അല്ല, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വീട് താമസമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. പിന്നെ 100 കട കയറി നടക്കേണ്ട കാര്യമില്ല. 3rd ഫ്ലോറിലേക്ക് പോവാം. അടുത്ത നിലയിലേക്ക് ഇവിടെ നിറയെ ഇങ്ങനത്തെ കസേരകളുണ്ടല്ലോ. സരിത ഓഫീസുകളിലേക്ക് പറ്റിയ സാധനങ്ങള് ഇതെല്ലാം ഈ ബാർ സ്റ്റൂളിൽ പെട്ടതാ. നമുക്ക് ഹൈറ്റ് കൂട്ടാൻ ബാറിൽ ഉപയോഗിക്കുന്നത് പൊക്കത്തിലിരുന്ന് കളറടിക്കുന്നത്. പക്ഷേ ഇത് മൾട്ടി യൂസ് ആയി മാറിയല്ലോ ഇപ്പൊ. കാരണം ഒരു കുറച്ച് ഹൈറ്റിലിരിക്കണമെന്നൊരു ഹോട്ടൽ പർപ്പസ്, ഷോപ്പ് പർപ്പസ്, പിന്നെ കിച്ചൺ പർപ്പസ്, പല മൾട്ടി യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ചെയർസ് ആണ്. ഇതൊക്കെ സിറ്റ് ഔട്ട് ചെയർസിൽ പെട്ട ഐറ്റംസ്. അതൊക്കെ ബാൽക്കണിയിലെ നമുക്കൊരു ഡിസ്കഷൻ, ഒരു കോഫിയൊക്കെ കഴിച്ച് നല്ല സുഖമല്ലേ ഇരിക്കാൻ.
ഇതിന് ഇരുന്ന് ചൂടെടുക്കില്ലല്ലോ, എന്തൊരു സുഖരിക്കാൻ നെറ്റ് മോഡലല്ലേ. കണ്ടാ ഡിസ്കഷൻ 2 കുട്ടിക്കും അച്ഛനും അമ്മക്കും. ഇതില് ഡിസ്കഷൻ എന്ന് പറഞ്ഞില്ലേ ജഗു, അടുത്ത നിന്റെ ഭാവി പരിപാടികൾ എന്താണ്? അതിലേക്ക് ചോദിക്കും. അച്ഛനിലാണ് മോന്റെ പ്രതീക്ഷ മുഴുവൻ കേട്ടാ. അപ്പൊ ഇങ്ങനത്തെ ഡിസ്കഷൻ നടത്താനായിട്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് അടിപൊളിയാണിത്. സിംഗിൾ ഇത് സെറ്റായിട്ട് വരുന്നതാണ്. സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ നോക്കാം നമുക്ക്. ആ ടേബിൾ എടുക്കാം. ഇത് മൊത്തം എന്ത് വിലയുണ്ട് ഇതിന്? 29. നല്ല രസമുണ്ട് കേട്ടോ. അതിന് ഓഫറും ഉണ്ടല്ലോ. ആണെങ്കിലും അതിന് ഓഫർ നല്ല ഇതായിട്ട് ഭംഗിയുണ്ട്. ഈ വശത്ത് കുറെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ അങ്ങോട്ട് പോവാം നടന്ന്. അല്ല, ഈ ഫ്ലോറിൽ നമ്മളെ ചെറിയ ചെറിയ ഫർണിച്ചറുകൾ, ഇപ്പൊ നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള ചെറിയ ഫർണിച്ചേഴ്സ് ഉണ്ടല്ലോ. വമ്പനല്ല, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ചെറിയ ചെറിയ ഫർണിച്ചർ. ടി വി യൂണിറ്റ്, പിന്നെ ഈ ബുക്ക് ഷെൽഫുകൾ, കോർണർ സ്റ്റാൻഡ്, ഒരു സിംഗിൾ അലമാര, പിന്നെ ഈ രൂപക്കൂട്. ഇപ്പൊ നമ്മുടെ രൂപമൊക്കെ എടുത്ത് പ്രേയറിന് വെക്കാൻ വേണ്ടി ഉള്ളതാണ്. പിന്നെ നമ്മുടെ പൂജാമുറി കൃഷ്ണനെയൊക്കെ വെക്കാൻ പറ്റുന്ന അങ്ങനെ ഒരുപാട്. പിന്നെ പ്ലാസ്റ്റിക് ചെയേഴ്സ്, ഓഫീസ് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഓഫീസ് ടേബിളിന്റെ ഒരുപാട് നിര തന്നെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. റിവോൾവിംഗ് ചെയർ ഉണ്ട്, അല്ലാണ്ട് റിവോൾവിംഗ് 2000 രൂപ മുതൽ നമുക്ക് ഓഫീസ് ടേബിൾ ഇവിടെ ഉണ്ട്. ഇതിന്റെ ഇപ്പുറത്ത് കുഞ്ഞു കുട്ടികൾക്ക്, ഈ വശത്ത് കുഞ്ഞു കുട്ടികളുടെ ചെയർ, കുഞ്ഞിടാങ്ങൾക്കുള്ള സാധനം ഭംഗിയിലിരുന്ന് പഠിക്കാൻ എനിക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ഇതിപ്പോ ബേബി ഗേളിനും ബേബി ബോയിനൊക്കെ പറ്റിയ കളേഴ്സ് ഷെയ്ഡ് ഇവിടെ ഉണ്ട്. ബുക്കുകൾ എടുത്ത് വെക്കാൻ നല്ല രസമുണ്ട്. കാണുമ്പോ തന്നെ പഠിക്കാൻ തോന്നുന്നു. എനിക്ക് പഠിക്കാൻ തോന്നുന്നപ്പോ. ഇത് കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾക്കുള്ളത്, വലിയവർക്കുള്ളത്. മുതിർന്ന കുട്ടികൾക്ക് ഇതിന് മാച്ച് ആവുന്ന ചെയർ ഇവിടെ ഉണ്ട്. ഇത് അടച്ചു വെക്കുക, അവർക്ക് പഠിക്കാൻ നേരത്ത് മാത്രം തുറന്ന് യൂസ് ചെയ്യുക, പഠിക്കുക. അതിൻ്റെ എന്തെങ്കിലും ബുക്സും മറ്റേ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കുക, ഇരിക്കാം. ചെറിയ കുട്ടികൾക്കും ഉള്ളത്. പിന്നെ ഇച്ചിരി കൂടിയ മുതിർന്ന കുട്ടികൾക്ക്, ആദ്യം ബുക്സ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ സ്റ്റോറേജ് ഉള്ള വേറൊരു ടൈപ്പ്, അതും ഇങ്ങനെ ഇരുന്ന് പഠിക്കാം. എല്ലാം സിമ്പിളാണ്, എവിടെയെങ്കിലും ഒതുക്കി വെക്കാവുന്ന രീതിയിലാണ്. പിന്നെ ഈ സൈഡിൽ നോക്കിയാൽ സിറ്റ് ഔട്ട് ബെഞ്ചുകൾ അവിടെ തൊട്ടിട്ട് ഇങ്ങനെ വളഞ്ഞാട് പോകും. സിറ്റ് ഔട്ട് ബെഞ്ചുകൾ അത് നമുക്ക് ഒരു 4900 മുതൽ ഒരു 15 രൂപ വരെയുള്ള സിറ്റ് ഔട്ട് ബെഞ്ചുകളുണ്ട്. ഇങ്ങനെയാണ് പോട്ടാ. കണ്ട 4900 ഉള്ളൂ ഈ സിറ്റ് ഔട്ട് ബെഞ്ചിൽ. ഈ 20,000 സ്ക്വയർ ഫീറ്റിലും നമ്മുടെ കസ്റ്റമേഴ്സിന് ആവശ്യമായ ഫർണിച്ചറുകൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ ഇട്ടൊക്കെയാണ് എല്ലാം. പിന്നെ അതേ ഷൂറാക്കുകൾ കണ്ടില്ലേ? ഷൂറാക്ക് പലതരം ഷൂറാക്ക് ഉണ്ട് ഇവിടെ. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ചെരുപ്പൊക്കെ കാണിക്കാം, സിറ്റ് ഔട്ടിലൊക്കെ ഇടാം. ഈ പാമ്പ് ശല്യമൊക്കെ ഉള്ളത് കൊണ്ട് ഇത് അടച്ചു വെക്കണമല്ലോ. അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇവിടെ, ഫൈബറായിട്ടും വുഡനായിട്ടും മോഡൽ ഇവിടെ. ടൈപ്പ് ഉണ്ട്. അത് സിമ്പിൾ ആയിട്ടുള്ള ഫൈബറിന്റെ മറ്റേ സാധനം വീട്ടിലുള്ള സാധനം എന്താ പറയാ? ദിവാങ്കോട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിവാങ്കോട്ടെ പോലത്തെ സാധനം അച്ഛണ്ടാക്കിയിട്ടില്ലേ? ദിവാങ്കോട്ട് പോലെയല്ലത്, ദിവാങ്കോട്ടാണ്. 5,500 മുതൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതെ അലമാരികൾ കണ്ടില്ലേ? 3 ഡോറ് 2 ഡോറ് അലമാരികൾ. ഇതൊക്കെ 6,900 മുതൽ നമ്മളിപ്പോ അലമാര സ്റ്റാർട്ട് ചെയ്യണം. അലമാരിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. രാഗത്തിൽ പണ്ട് ടിക്കറ്റ് എടുക്കാൻ പോണ പോലെ ഉണ്ട് വഴി കണ്ടോ? അങ്ങനെ സിനിമകളിൽ കാണില്ലേ സരിത? ലൈബ്രറി നോക്കുമ്പോൾ അപ്പുറത്ത് നായിക അങ്ങനെയൊക്കെ അങ്ങനത്തെ ഇതുകളില്ല. ഒരുപാട് കളർ ഷെയ്ഡും ഉണ്ട് കേട്ടോ നമുക്ക്. അത് സ്റ്റീലും ഉണ്ട്, നിലമ്പൂർ തേക്കിന്റെ ഉണ്ട്, പിന്നെ കംപ്രസർ വുഡിന്റെ ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള എല്ലാ ഫർണിച്ചറുകളും ഇവിടെ ഉണ്ട്. ഇപ്പുറത്തുണ്ട് കേട്ടോ, ആ സൈഡിലും ഉണ്ട്. ഈ സൈഡിലേക്കും പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ തരം അലമാരികൾ. ഈ അലമാരിയിൽ എത്ര പൈസ തൊട്ടിട്ട് എത്ര പൈസ വരെ? 6,900 മുതൽ അങ്ങ് 45,000 50,000 60,000 വരെയുള്ള മോഡൽസ് ഉള്ളതുണ്ട് കേട്ടോ. അങ്ങോട്ട് നീക്കാം. ബഡ്ജറ്റ് സോഫകൾ ഇവിടെ ചെറിയ സെറ്റുകളില്ലേ? നമ്മുടെ പണ്ട് കാലത്ത് വീടുകളിൽ ഉണ്ടായിരുന്ന സെറ്റുകളാണ് ഇത്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പണ്ട് 3 പേർക്ക് നമ്മുടെ പണ്ട് തറവാട്ടിലുണ്ടായിരുന്ന ഇങ്ങനത്തെ സെറ്റ്. ഒന്നിരുന്നേ മോനും. ഇതിനെന്ത് വിലയുണ്ട്? 3 പേർക്ക് ഏകദേശം എത്ര രൂപ ഉണ്ടാവും? ഇതിനൊരു 7,000 രൂപ. 5,900 ഞാൻ തരും. 5,900.
ഞാൻ വെറുതെ പറഞ്ഞിട്ട് 7,000 ഇപ്പൊ ഓഫർ ആയതുകൊണ്ട് 5,900 ഇനാഗുറൽ ഓഫർ. എനിക്ക് പണ്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരെണ്ണുണ്ടായിരുന്നു. ഇത് കളർ ഇങ്ങനത്തെ ഇല്ലായിരുന്നു, വേറെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു ഇങ്ങനത്തെ സെറ്റ്. ആളുകളുടെ സ്വപ്നാണല്ലേ മറ്റേ സോഫ. ഒരു ചെറിയൊരു വീട് വെക്കണ ആളുകൾക്ക് ഒരു ആഗ്രഹം ഒരിക്കും അവരുടെ വീട്ടിലൊരു സോഫ വേണമെന്ന്, അവർക്കുള്ള ഒരു സോഫയാണ്. അതേപോലെ തന്നെ വേറെ കളർ ഷെയ്ഡ് ഉണ്ട്, 2-3 കളർ ഷെയ്ഡ് ഉണ്ട്. അത് 311 സോഫ, നമുക്ക് ബഡ്ജറ്റ് ആയിട്ടുള്ള 311 സോഫ നമുക്കൊരു 20 രൂപ റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സോഫയാണ്. നല്ല കല്ലൻ ടൈപ്പാണ് കേട്ടോ. അത് കുഴിഞ്ഞു പോകത്തില്ല, കുഴിഞ്ഞു പോവില്ലേ, നല്ല കല്ലനാണ് ആള്. ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ 1 ഇഞ്ച് പോലും ഇതൊരു ബഡ്ജറ്റ് ഫ്ലോർ ആണ് ഇതില്ലേ. ഇവിടെ മുതൽ അറ്റം വരെ നമുക്ക് ബഡ്ജറ്റ് ഫ്ലോറാ. നമുക്ക് ഇഷ്ടപ്പെട്ട റേഞ്ചിലുള്ള സോഫകളുണ്ട്. സോഫകൾ നമ്മൾ 15,900 മുതൽ അങ്ങ് 2 ലക്ഷം രൂപ വരെയുള്ള സോഫകളാണുള്ളത്. അപ്പോൾ ഈ ഫ്ലോറിൽ നമ്മൾ ഏകദേശം ബഡ്ജറ്റ് ഇട്ടേക്കണം. ഇപ്പോൾ വുഡൻ സോഫ സ്റ്റാർട്ട് ചെയ്യണതും ഈ പറഞ്ഞ വില കുറവാണ്. ഇതിലുണ്ടല്ലോ ഒരു ഇതാണ് വുഡൻ, ഒരു പ്രത്യേക കളറ്. പ്രത്യേക കളറ് വുഡൻ സോഫ 6 പേർക്ക് ഇരിക്കാം. അത് ഇതിന്റെ കളർ നോക്കിയേ, നല്ല ചെങ്കല് കളർ എന്ന് പറയുന്നേ, നല്ല രസമുണ്ട്. അത് കളർ തീം വേറെ ഉണ്ട്, ഒരു 3-4 കളർ ഉണ്ട്. അത് 6 പേർക്ക് ഇരിക്കാം കേട്ടോ. ഒരു 28 റേഞ്ചിൽ താഴെ വരുള്ളൂ ഇതിനല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പോൾ ഈ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് 9:30 മുതൽ വൈകുന്നേരം 8:30 വരെയാണ് തുറക്കുക. ഞായറാഴ്ചകളിൽ 8 മണി വരെ കേട്ടോ. ഞായറാഴ്ച എല്ലാ ഞായറാഴ്ച ഉണ്ട്. പിന്നെ ഇത് പറയുകയാണെങ്കിൽ പുതിയ വീട് പണിയുന്നവർ, പഴയ വീടുള്ളവർ, പുതിയ സെറ്റി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുള്ളവർ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ മാറ്റണം എന്നുള്ളവര് എല്ലാവർക്കും ഇവിടേക്ക് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ജ്യൂസ് പഴയത് മാറ്റണം എന്നുള്ളവര് വീട്ടിൽ കിടക്കണ സെറ്റിയോ ഊണുമേശയോ ചെയറോ എന്ത് സാധനം എന്ത് ഫർണിച്ചർ ആയിക്കോട്ടെ അത് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോയും കൂടി എടുത്തിട്ട് വരാം. അപ്പൊ അവർക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് അത് കണ്ടിട്ട് അതിനൊരു വിലയിടും. അപ്പൊ ആ വില നമുക്ക് ഇതിന് കുറച്ച് കിട്ടും. അപ്പൊ ഇത് പുതിയത് കൊണ്ടുപോകണ ആ വണ്ടിയിൽ തന്നെ പഴയത് ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരും ചെയ്യാം. പിന്നെ അജൂസ് വേൾഡിന്റെ ആളുകൾ എന്ന് പറയുമ്പോ പ്രത്യേകമായ ഓഫർ കൊടുക്കുന്നതുകൊണ്ടല്ലേ അജൂസ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ മതി. പ്രത്യേക പരിഗണന ഉണ്ട് ഇവിടെ. അപ്പൊ സ്ഥലം മനസ്സിലായില്ലേ, നമ്മുടെ മാള ആലുവ റൂട്ടില് നമ്മുടെ പഞ്ചായത്ത് സ്റ്റേഡിയം ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതിന്റെ ജൂത സെമിറ്ററി ഉണ്ട്, അതിന്റെയും ഓപ്പോസിറ്റ്. ഫർണിച്ചർ മാള എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇവിടെ എത്താം. പിന്നെ എവിടെയുള്ള ആളുകൾക്കും ഫർണിച്ചർ വാങ്ങിക്കണമെങ്കിൽ മ്യൂബൽ ഫർണിച്ചർ അടിച്ചു കഴിഞ്ഞാൽ അവരവരുടെ നിയറസ്റ്റ് ഉള്ള ഷോറൂം കാണിച്ചു തരും. 11 ഷോപ്പ് ഉണ്ട് മൊത്തം. 11ാമത്തെ ഷോറൂമാണ് 11ാമത്തെ. ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഗിന്നസ് പക്രുച്ചേട്ടനാണ്. അത് കൂടാതെ നമ്മുടെ ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ മന്ത്രിയായിട്ടുള്ള OJ ജിനീഷ് കുമാർ സാറും കൂടിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 11 ഷോറൂമുകൾ മൊത്തം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അപ്പൊ ഇവിടെ വേറെ ജില്ലക്കാര് വിഷമിക്കണ്ട. മ്യൂബൽ ഫർണിച്ചർ നിയർ മീ എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഷോപ്പ് നമുക്ക് ഇവിടെയുള്ള അതേ സാധനങ്ങൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അപ്പൊ ശരി, അപ്പൊ നിർത്താം. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ നന്ദി, നമസ്കാരം.